ഇതിന്റെ ചരിത്രം വളരെ ചുരുക്കി 2 മിനിറ്റ് കൊണ്ട് പറയുകയാണെങ്കിൽ, ശത്രുക്കള് ഊരിപ്പിടിച്ച വാളുമായിക്കൊണ്ട് ഒട്ടകപ്പുറത്ത് പുറപ്പെടുകയാണ് പ്രവാചകനെ അന്വേഷിച്ച്. മക്കയുടെ 4 ഭാഗത്തും. അവസാനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇനി നമ്മൾ അടുത്തത് പോകുന്നത് അറഫയിലേക്കാണ്. 9-ന് അറഫയില് സംഗമിക്കും. അറഫയില് സംഗമിക്കാത്തവർക്ക് ഹജ്ജില്ല. കാണുന്നത് വലത് ഭാഗത്ത് കണ്ടതാണ് ഏറ്റവും പ്രധാനപ്പെട്ട എൻട്രൻസ്. ആരെങ്കിലും അവിടെ ബന്ധമുള്ളവരുണ്ടെങ്കിൽ അവിടെ പോകുന്നതിന് യാതൊരു തടസ്സം. ഉമ്മുൽ ഖുറ യൂണിവേഴ്സിറ്റി 20 കിലോമീറ്ററുകളോളം വിശാലമായി പരന്നു കിടക്കുന്ന മരുഭൂമിയാണ് അറഫ. കണ്ടോ, വലത് ഭാഗത്ത് കണ്ടോ ഒരു ബോർഡ്, ബിദായത്തു അറഫ. എല്ലാരും കണ്ടോ? അനുകമ്പ അങ്ങനെയുള്ളൊരു മലയാണ് ഈ മല. നോക്ക്, അവിടെ കണ്ട സ്തൂപം കണ്ടോ? നമ്മൾ ആ സ്തൂപത്തിന്റെ അടുത്തേക്കാണ് കയറുന്നത്. ആ സ്തൂപം നിന്ന സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിന്ന് അല്ലാഹുവോട് ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. സാരോപദേശങ്ങളില് പ്രധാനപ്പെട്ടതാണ് സ്ത്രീകളോട് ഗ്രൂപ്പിലിടല്ലേ? ഗ്രൂപ്പിലിടണേ. ആ 6 മുനാരങ്ങളുള്ള മസ്ജിദ് നമീറയാണ് കാണുന്നത്. ഇന്നും ദുൽഹജ്ജ് 9-ന് അറഫ പ്രഭാഷണം ആ പള്ളിക്കകത്ത് വെച്ചിട്ടാണ് നടത്തുക. ഇവിടെ മസ്ജിദു മഷ്അറുൽ ഹറാം ബി മുസ്ദലിഫ. നബി ഇവിടെ വിശ്രമിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പോകുന്നത് മിനയിലേക്കാണ്. ാണ് മകൻ ഇസ്മായിൽ നബിയെ താഴെ ഇവിടെ അടിയിലും എറിയ, അതിന്റെ മുകളിൽ 3 നിലകളിലായിട്ട് കല്ലെറിയാൻ സാധിക്കും. ആ ഗുഹ അതിന്റെ ആ ഭാഗത്താണ്. ഒന്നുപോലും കെട്ടിപ്പൊക്കാതെ പുണ്യഭൂമിയിലെ കബറിന്റെ അവസ്ഥയാണിത്. എല്ലാം നിരപ്പ്, എല്ലാം ഒരേപോലെ.